ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ത്യൻ കപ്പലുകളും പ്രതിസന്ധിയിലായി. ഏകദേശം 10,000 കോടി വിലമതിക്കുന്ന ചരക്കുകളുമായി സഞ്ചരിക്കുന്ന 27 ഇന്ത്യൻ കപ്പലുകളാണ് ഇപ്പോൾ നടുക്കടലിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് കടന്നാൽ കപ്പലുകൾ തീയിടും എന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന ശക്തമായ മുന്നറിയിപ്പ്. ഈ അടിയന്തര സാഹചര്യം പരിഹരിക്കാൻ കേന്ദ്രം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ കപ്പൽ ഉടമകളുടെ സംഘടനയായ ഇന്ത്യൻ നാഷണൽ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന് ഒരു കത്തും അയച്ചിട്ടുണ്ട്. ഇതിനിടെ ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായെന്നും തലനാരിഴക്കാണ് ആ കപ്പൽ രക്ഷപ്പെട്ടതെന്നും കത്തിൽ പറയുന്നു. ചില ഇന്ത്യൻ കപ്പലുകൾ പ്രധാനപ്പെട്ട ഊർജ്ജ ചരക്കുകൾ കയറ്റാനായി ഹോർമുസിന് തെക്ക് ഭാഗത്തായി കാത്തുകിടക്കുകയാണെന്നും INSA പറയുന്നു. കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇറാൻ ഇസ്രയേൽ അധികൃതരുമായി ഉടനെ തന്നെ നയതന്ത്ര ചർച്ചകൾ നടത്തണമെന്നും ഇന്ത്യൻ കപ്പലുടമകൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇത് മറികടക്കാൻ ശ്രമിച്ചാൽ ആ കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് മുറിച്ചു കടന്ന 6 കപ്പലുകൾ ഇറാൻ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ആഗോള എണ്ണയുടെ 20% കൈകാര്യം ചെയ്യുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതിനാൽ തന്നെ ഈ നീക്കം ആഗോള ഊർജ്ജ വിപണിയെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ ഏതാണ്ട് 85% ഈ പാതയിലൂടെയാണ് കടന്നുവരുന്നത്. അതിനാൽ തന്നെ ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയെയും ഇറാന്റെ ഈ നീക്കം ഗുരുതരമായി ബാധിക്കും. ഇന്ത്യൻ കപ്പലുകൾക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി കപ്പലുകളും ഈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. പേർഷ്യൻ ഗൾഫിന്റെയും ഒമാൻ ഗൾഫിന്റെയും ഇടയിൽ വരുന്ന ഒരു ജലപാതയാണ് ഹോർമുസ്. ഓരോ ദിവസവും ഈ പാതയിലൂടെ 17 മില്യൺ ബാരൽ അസംസ്കൃത എണ്ണ കൊണ്ടുപോകുന്നതായാണ് കണക്കുകൾ നോക്കിയാൽ 2024 84% ക്രൂഡ് ഓയിലും ഹോർമുസ് കടലിടുക്കിലൂടെയാണ് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് എത്തിയത്. ചൈന, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ ഹോർമുസ് ജലപാതയിൽ കൂടിയുള്ള ക്രൂഡ് ഓയിൽ വരവിനെ ഏറെ ആശ്രയിക്കുന്നവരാണ്. റഷ്യ, അമേരിക്ക, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വരവ് നിലച്ചാൽ അത് ഇന്ത്യയിലെ എണ്ണവില വർധനവിന് കാരണമാകും. ഇറാനിൽ നിന്നാണ് ചൈന തങ്ങളുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും നടത്തുന്നത്. അത് നിലച്ചാൽ ചൈന മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കും. അതും ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാൻ കാരണമാകും. ഏകദേശം 33 കിലോമീറ്റർ വീതിയുള്ള കടലിടുക്കാണ് ഇത് ഇറാനെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് വേർതിരിക്കുന്നു. 3 കിലോമീറ്റർ മാത്രമാണ് ഈ ഭാഗത്തെ കപ്പൽചാലിന്റെ വീതിയെങ്കിലും ഈ പാത അടച്ചുപൂട്ടിയാൽ അമേരിക്കയും യൂറോപ്പും മാത്രമല്ല ഏഷ്യയും പ്രതിസന്ധിയിലാകും. ഹോർമുസ് കടലിടുക്കിന്റെ വടക്കൻ തീരം ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഉപരോധങ്ങളോ സൈനിക നീക്കങ്ങളോ ഉണ്ടായാൽ ഈ പാത അടച്ചുപൂട്ടുമെന്ന ഭീഷണി ഇറാൻ പലപ്പോഴും മുഴക്കാറുമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണിത്. ഇപ്പോൾ ആ ആയുധമാണ് ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലും ഇറാൻ തീരങ്ങളിലും അമേരിക്ക നിരീക്ഷണം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. പതിറ്റാണ്ടുകൾ നീണ്ട ഈ നിഴൽയുദ്ധം ഇപ്പോൾ ഡ്രോണുകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ അമേരിക്കൻ നാവികസേന ഈ മേഖലയിൽ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ ചെറിയ ബോട്ടുകളും മിസൈലുകളും ഉപയോഗിച്ച് വലിയ കപ്പലുകളെ പോലും തകർക്കാനുള്ള ശേഷി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനുണ്ട് എന്നതാണ് അമേരിക്കയെ അലട്ടുന്ന പ്രശ്നം.